ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓട്ടോഡിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ബജാജിൻ്റെ ഷോറൂമിലാണ് ഉള്ളത്. ബജാജിൻ്റെ ഷോറൂമിലേക്ക് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പൾസർ 150ൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ 150ൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. 150യിൽ ഇപ്പോൾ നിലവിൽ രണ്ട് മോഡൽസ്, അതായത് ട്വിൻ ഡിസ്ക് ആയിട്ടും അതേപോലെ തന്നെ സിംഗിൾ ഡിസ്ക് ആയിട്ടും വണ്ടികൾ അവൈലബിൾ ആണ്. പൾസർ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. എന്തായാലും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ പൾസറിനെ കുറിച്ചിട്ട് നമ്മൾ അത്ര അതിൻ്റെ ഡിസൈൻ മികവിനെ കുറിച്ചിട്ടോ അതല്ലെങ്കിൽ എഞ്ചിനെ കുറിച്ചിട്ടോ പെർഫോമൻസിനെ കുറിച്ചിട്ടോ റൈഡ് ഫീലിനെ കുറിച്ചിട്ടോ ഒന്നും അത്രത്തോളം പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2001 മുതലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുള്ള ഒരു ബൈക്കാണ്. അതിനുശേഷം കാര്യമായിട്ടുള്ളൊരു ചേഞ്ചൊക്കെ വന്നു എന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരുപാട് കാലമായിട്ട് ഇതേ ഡിസൈനിൽ തന്നെ ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു ബൈക്കാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ 2019 വെച്ചിട്ട് നമ്മുടെ ബജാജ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 180 cc ഒരു പൾസർ ഉണ്ടായിരുന്നു. ആ മോഡലിനെ കംപ്ലീറ്റ് ആയിട്ട് 150 എഞ്ചിൻ കൊടുത്തതിന് ശേഷം 220ൻ്റെ അതേ ഡിസൈനിൽ 180 ഇറക്കാൻ തുടങ്ങി. അതായത് ഇന്നിപ്പോൾ നമ്മൾ നിലവിൽ BS6 എഡിഷൻ ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് രണ്ട് വേരിയൻറ്റുകളായിട്ട്, അതായത് ഒരു ഡബിൾ ഡിസ്ക് ആയിട്ടും അതേപോലെ തന്നെ അപ്പുറത്ത് കാണുന്ന ഒരു സിംഗിൾ ഡിസ്ക് ആയിട്ടുള്ള വേരിയൻറ്റ്. നമ്മുടെ പണ്ട് ഇത്രയും കാലം ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു മോഡലാണ് ഈ ഒരു സിംഗിൾ ഡിസ്ക് ആയിട്ട് ഇറങ്ങുന്ന നോർമൽ 150 cc. മറ്റേ 150 എന്ന് പറയുന്നത് നമ്മുടെ 180യിൽ ഉണ്ടായിരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്കിന്ന് ഇതിൻ്റെ ഒരു സ്പെക്ക് കമ്പാരിസൺ അതേപോലെയുള്ള മറ്റു കാര്യങ്ങളല്ല, ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ഒരു ഡബിൾ ഡിസ്ക് മോഡലിനെയാണ്. അതിന് ശേഷം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് സംസാരിക്കാം. അതാണ് ബെറ്റർ ആവാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ രണ്ടിൻ്റെ ഫ്രണ്ടൊക്കെ സെയിം ആയിട്ടുള്ളൊരു ഡിസൈനാണ്. പക്ഷേ ഇതിൽ ഈ ഒരു വൈസറിൻ്റെ പോർഷനിൽ നമ്മുടെ ട്വിൻ ഡിസ്ക് മോഡലിൽ ഈ ഒരു വൈസറിൻ്റെ പോർഷനിൽ ഒരു ഡിസൈനോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റിക്കറോ വന്നിട്ടില്ല. പക്ഷേ ഇതിൽ അവിടെ ഒരു സ്റ്റിക്കർ, ഒരു ഗ്രാഫിക്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ, അതേപോലെ തന്നെ 240 mm ഡിസ്ക്കാണ് വരുന്നത്. സിംഗിൾ ചാനൽ ABS ആണ്. അതേപോലെ തന്നെ 80 mm ആണ് ഫ്രണ്ട് ടയറിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. കുറച്ചൊരു അണ്ടർ റേറ്റഡ് ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതിലേക്ക് വരുന്ന സമയത്ത് 37 mm ടെലിസ്കോപ്പിക് ഫോക്സ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ 280 mm ഡിസ്ക്കാണ് വരുന്നത്. അതേപോലെ തന്നെ 90 mm ടയേഴ്സാണ് വരുന്നത്. ആ ഒരു സിംഗിൾ ഡിസ്ക് മോഡലിൽ നിന്നും കുറച്ചൊരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു സ്പെക്ക് ലെവൽ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഡിസൈൻ വൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഗ്രാഫിക്സ് ആണ് ഞാൻ പറയുന്നത്. ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ എല്ലായിടത്തുമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഇനി നമ്മൾ എൻജിൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മോഡലും സെയിം എൻജിനാണ്. അതായത് 149.5 cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് BS6 FI എൻജിനാണ്. അതായത് എൻജിൻ ഇപ്പോൾ കാർബറേറ്റർ വേരിയൻറ്റിൽ നിന്നും FI ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മൈലേജും പെർഫോമൻസും എല്ലാം കുറച്ച് കൂടുതൽ നമുക്ക് പറയാം. പിന്നെ BS6 കംപ്ലൈൻറ്റ് എൻജിനാണ്. ഈ ഒരു എൻജിന് 8500 RPM 14 bhp പവറും അതേപോലെ തന്നെ 6500 RPM 13 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പവർ ഫിഗേഴ്സാണ് ഈ ഒരു 150 cc കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്. പിന്നെ അതേപോലെ തന്നെ കാറ്റലിറ്റിക് കൺവെർട്ടറും കാര്യങ്ങളെല്ലാം ഈ ഒരു പ്രൊട്ടക്ടറിൻ്റെ ഒരു ഉൾഭാഗത്തായിട്ടാണ് വരുന്നത്. അതെല്ലാം നല്ല രീതിയിൽ കവർ ചെയ്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാം. പിന്നെ ഈ ട്വിൻ ഡിസ്ക് മോഡലിൽ കിക്ക് സ്റ്റാർട്ട് വരുന്നില്ല കേട്ടോ. അതാണ് മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതായത് ഇതിൽ കിക്ക് സ്റ്റാർട്ട് വരുന്നുണ്ട്, ഇതിൽ കിക്ക് സ്റ്റാർട്ട് വരുന്നില്ല. അതായത് 180ൽ കിക്ക് സ്റ്റാർട്ട് ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാം. 150 നോർമലായിട്ടുള്ള ആ ഒരു കിക്ക് സ്റ്റാർട്ട് സ്റ്റൈലിൽ തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നെ എക്സോസ്റ്റിലൊക്കെയാണ് പിന്നെ ചേഞ്ച് ഇല്ല. ഇതിലൊരു ഒരു മാറ്റ് ഫിനിഷാണ് വന്നിട്ടുള്ളത്. അവിടെ ഒരു ക്രോമിയം ഫിനിഷാണ് വന്നിട്ടുള്ളത് ആ ഒരു എക്സോസ്റ്റിൽ. പക്ഷേ രണ്ടും സിമിലർ ടൈപ്പ് ഓഫ് എക്സോസ്റ്റ് ആണ്. നമ്മുടെ 150ൽ ഉണ്ടായിരുന്ന അതേ എക്സോസ്റ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇനി നമ്മുടെ ടയറിൻ്റെ കേസ് എടുത്ത് നോക്കുന്ന സമയത്ത് ട്വിൻ ഡിസ്കിൽ സ്വാഭാവികമായിട്ടും പിന്നിൽ ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. അത് 230 mm ഡിസ്ക്കാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ പിന്നിലെ ടയർ 120 mm ടയറാണ് നമ്മുടെ ട്വിൻ ഡിസ്ക് മോഡലിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 100 mm ടയറാണ് പിന്നിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡ്രം ബ്രേക്കാണ്, ABS ഒന്നല്ലാതെ സ്പീഡ് സെൻസറാണ് ബാക്കിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ. അത്തരം കാര്യങ്ങളാണ് ആ ഒരു മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്.
പിന്നെ പിന്നീന്നുള്ള കാണുന്ന രീതിയിലുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതിൽ ആ ഒരു ഗ്രാബ് റെയിലിൻ്റെ ഒരു ഡിഫറൻസ് അല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സിമിലർ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഇതിൽ വരുന്ന ആ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്, അതായത് സീറ്റിനെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ഇതിൽ നോർമൽ ഇത്രയും കാലം നമ്മൾ 150 എങ്ങനെയാണോ കണ്ടിരുന്നത് അതേപോലെയാണ്. പക്ഷേ ഇതിൽ വരുന്നത് ഒരു സ്പ്ലിറ്റ് സീറ്റാണ്, അതായത് 180 അതല്ലെങ്കിൽ 220 ഒക്കെ നമ്മൾ നിലവിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ രീതിയിലുള്ള സീറ്റ് സെറ്റപ്പും കാര്യങ്ങളും തന്നെയാണ് ഇതിൽ വരുന്നത്. സ്പ്ലിറ്റ് ആയിട്ടാണ് സീറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള സീറ്റാണ് കേട്ടോ. അതിനെക്കുറിച്ചിട്ടെല്ലാം ഞാൻ ഓൾറെഡി നമ്മുടെ 180Fൻ്റെയും 220Fൻ്റെ എല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോഫ്റ്റ് സീറ്റാണ്, അതേപോലെ തന്നെയുള്ള ഒരു സീറ്റാണ്. പക്ഷേ സിംഗിൾ സീറ്റ് ആ ഒരു സിംഗിൾ ആയിട്ടുള്ള അതേ ഒരു സിമിലർ ലെങ്ത്തിലുള്ള ഒരു സീറ്റാണെന്ന് തന്നെ നമുക്ക് പറയാം. ടൂറിങ്ങിനാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ലേഡീസിനെല്ലാം പക്കയാണ് ഈ ഒരു സീറ്റ്. അതിനെക്കുറിച്ചിട്ടൊക്കെ നല്ല അഭിപ്രായമാണ്. പിന്നെ ടാങ്ക് വരുന്നത് 15 ലിറ്റേഴ്സാണ് ടാങ്ക് വരുന്നത്. ടാങ്ക് റേഞ്ചും കാര്യങ്ങളെല്ലാം അതെല്ലാം അത്യാവശ്യം അടിപൊളി തന്നെയാണ്. രണ്ടിലും 5 സ്പീഡ് ഗിയർ ബോക്സും കാര്യങ്ങളാണ്. സ്ലിപ്പർ ക്ലച്ചോ സംഗതികളൊന്നുമില്ല, വെറ്റ് ക്ലച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. പിന്നെ സ്വിച്ചസ് ആണെന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ പ്രീവിയസ് മോഡലിലൊക്കെ എങ്ങനെയായിരുന്നു സ്വിച്ച് ഉണ്ടായിരുന്നത് അതേ രീതിയിലുള്ള സ്വിച്ചുകളും കാര്യങ്ങളും തന്നെയാണ്. ഹാൻഡിൽ ബാറോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊന്നും ഒരു മാറ്റമില്ല. പിന്നെ മീറ്റർ ആണെന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഒരു FIൻ്റെ ഒരു സിഗ്നൽ എല്ലാം വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ. കാരണം ഓൾറെഡി അത്യാവശ്യം നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സെമി ഡിജിറ്റൽ ആൻഡ് അനലോഗ് മീറ്ററാണ് നമ്മുടെ പൾസറിലുള്ളത്. അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. കാരണം ട്രിപ്പ് മീറ്റർ, ഓഡോമീറ്റർ അങ്ങനെയുള്ള എല്ലാ സംഗതികളും ഇതിലുണ്ട്. നമ്മുടെ പ്രീവിയസ് മോഡലിലൊക്കെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ രീതിയിലുള്ള മീറ്റർ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. രണ്ടിലും സിമിലർ ആയിട്ടുള്ള മീറ്ററും കാര്യങ്ങളും അതും അതേപോലെ തന്നെയാണ് ബജാജ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ആകെയുള്ള മാറ്റം എന്ന് പറയുന്നത് ഇതിലൊരു ഓറഞ്ച് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ട്വിൻ ഡിസ്ക് മോഡലിൽ ഒരു ബ്ലൂ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു മീറ്ററിലുള്ള ഒരു ചേഞ്ച് ആയിട്ട് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ചെറിയ രീതിയിലുള്ള വ്യത്യാസം ഇല്ലാണ്ട് പറയത്തക്ക രീതിയിലുള്ള ഒരു മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. പിന്നെ ഇതാ ടാങ്ക് പാഡ് കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. മറ്റൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗിയർ ലിവറിനാണ്. അതായത് ഇതിലിങ്ങനെ ഒരു വൺ സൈഡ് ആയിട്ടുള്ള ഒരു സ്പോട്ടി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗിയർ ലിവറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ നോർമൽ ആ ഒരു പഴയ മോഡലിൽ തന്നെ 2 സൈഡിലുമില്ല ഒരു ഗിയർ ലിവറും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് രണ്ടും ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ അതേപോലെ തന്നെ ബ്രേക്കും അതേപോലെ തന്നെ ഇതിൽ ആ ഒരു 180 ഉണ്ടായിരുന്ന പോലെയാണ് നമ്മുടെ ട്വിൻ സീറ്റുള്ള മോഡലിൽ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു സ്പോട്ടി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇതിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ പൾസർ 150cc വരുന്ന 2 വേരിയൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റൈഡ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് നമ്മൾ അവൈലബിൾ ആവുന്ന ടൈമിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചെയ്യും. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കുക. ഓൾമോസ്റ്റ് BS6 എഡിഷനിൽ എത്തിയിട്ടുള്ള ഒരുപാട് ബൈക്കുകളും സ്കൂട്ടറുകളും എല്ലാം നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് സീ യു.